സുഷ്മാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്ക ഉണ്ണിയപ്പമാണ്. ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ചക്ക ഞാൻ വിളയിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തു നിന്നാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ചക്ക വിളയിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാ 2 കഷ്ണം ശർക്കര ഞാൻ ഉരുക്കാനിടുകയാണ്. അത് ആ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് അത് ഉരുക്കാനിട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളച്ച് അതൊന്ന് ഉരുകി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ആ പാത്രത്തിലേക്ക് ഞാൻ 2 ബൗൾ പൊടിയെടുക്കുകയാണ്. അത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ, അരിപ്പൊടിയല്ല. ഗോതമ്പ് പൊടിക്കകത്ത് ചക്ക ഞാൻ ആ ചക്കയുടെ സീസണിൽ ചക്ക വിളയിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം, ചക്കയ്ക്കകത്ത് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന്. മറ്റ് യാതൊന്നും ചേർക്കുന്നില്ല അതിനകത്ത്. എന്ന് വെച്ചാൽ പഴവോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ചക്ക. ഞാൻ ഇതിന് ശരിക്കും 2 ടേബിൾ സ്പൂൺ നിറച്ചുള്ള ചക്കയുണ്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വിളയിച്ച് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ശർക്കര ചേർത്തിട്ട് വിളയിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 കഷ്ണം മാത്രം ശർക്കര എടുത്തത്. ഇതിനകത്ത് നമുക്ക് ചക്കയപ്പം എങ്ങനെ ഉണ്ടാക്കാം. ഇത് അതിനകത്തേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. കണ്ടോ, വെള്ളം ഞാൻ വെള്ളച്ചിരി തണുപ്പിച്ചിട്ടാട്ടോ ഒഴിക്കുന്നത്. ശർക്കരപ്പാനി കുറച്ച് തണുപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇനി ആവശ്യത്തിന് പിന്നെ നമുക്ക് വെള്ളം ചേർക്കാം. ഇപ്പം നമുക്ക് അതുകൊണ്ടൊന്ന് കുഴയ്ക്കാം. ഗോതമ്പ് പൊടിക്ക് അതൊന്നിട്ട് ഇളക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം അത് കുഴച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതിന് നമുക്ക് വെള്ളവും ചേർക്കാം. തണുത്ത വെള്ളമാണ് പിന്നെ ചേർക്കുന്നത്. ഇത് തിളപ്പിച്ച് ശരിക്ക് തണുത്തിട്ടില്ല, കുറച്ച് ചെറുതായിട്ട് ചൂടുണ്ട്. നല്ലോണം നമുക്ക് ഇളക്കിയിട്ട് അത് ശരിയാക്കി എടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ ചക്കയും കൂടെ ഇട്ടങ്ങ് ഇളക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഇത് ചക്ക ഞാൻ വരിക്കച്ചക്ക എടുത്തിട്ട് ചുള വൃത്തിയാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ശർക്കരപ്പാനിയും ചേർത്ത് വിളയിച്ചെടുത്ത് വെച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ ചക്കയാണിത്. ഇത് കേടുവരാതിരുന്നോളും. വെള്ളമയം ഇല്ലാത്ത പാത്രത്തിലാക്കി സൂക്ഷിച്ചിരുന്നാൽ മാത്രം മതി, ഒന്നും ആകത്തില്ല. പിന്നെ വെള്ളമയമൊക്കെ ആയാൽ അത് കേടായിപ്പോവും, അത് പുളിച്ചു പോവും. ഇപ്പം നല്ല മധുരമാണ്, നല്ല മണവും ഉണ്ട്. നല്ലൊരു സുഖം അത് കാണാൻ, ടേസ്റ്റ് ചെയ്യാനും നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കുഴയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുഴയ്ക്കാം. ഞാൻ വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. താണ്ട ഇങ്ങനെയാണ് ഈ പാകത്തിന് ഇത് കുഴച്ചെടുക്കണം. ആര്യാസ് വേൾഡ് എന്നും പറഞ്ഞ് എൻ്റെ സഹോദരപുത്രിക്ക് ഒരു ചാനലുണ്ട്. അതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അവൾ ഓർണമെൻറ്റ്സ് മേക്കിങ്ങാണ് അവൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിനോട് സഹകരിക്കണം. മുത്തും കല്ലും കൊണ്ട് മാല, കമ്മൽ ഇതൊക്കെ അവൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സാധനങ്ങൾ. എൻ്റെ വീട് കുഞ്ഞു വീടായതുകൊണ്ട് സൗകര്യമില്ല ഇങ്ങനെ എടുത്തു വെച്ച് കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഏലക്ക, ചെറിയ ജീരകം, സാംജീരകം, എള്ള്, ചുക്കുപൊടി, പിന്നെ ഇത്രയും സാധനമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ ജീരകം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ചെറിയ ജീരകം ഏലക്കയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം നെയ്ക്കകത്ത്. ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, അരിപ്പൊടിയല്ല. അതാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. ശർക്കരപ്പാനി ചേർത്ത് നല്ല ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. അതിന് നല്ലോണം ഒരുവിധം നല്ലോണം തണുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളൊന്നും ചേർക്കുന്നില്ല, അപ്പക്കാരം ഒന്നും ചേർത്തിട്ടില്ല, പഴമൊന്നും ചേർത്തില്ല. ചക്ക ചേർക്കുന്നത് കൊണ്ട് നല്ലപോലെ നല്ല സോഫ്റ്റായി വരും. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എള്ളിടാം. എള്ളിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് വറുക്കാം. ഇനി നമ്മൾ സാംജീരകം ഇടുകയാണ്. അതായത് ചുക്കുപൊടിയുണ്ട്. സാംജീരകം ആദ്യം ഇടണം. ചുക്കുപൊടി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ആയതുകൊണ്ടാണ് ചുക്കുപൊടി ചേർക്കുന്നത്. അല്ലാതെ ഉണ്ണിയപ്പത്തിന് ചുക്കുപൊടി ചേർക്കത്തില്ല. ചക്ക ചേർക്കുന്നതുകൊണ്ടാണ്
ശകലം ചുക്കുപൊടി ചേർക്കുന്നത്. നമ്മൾ സീസണിലൊക്കെ ചക്ക കിട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെ എടുത്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ചക്കക്കാലമായിട്ടുണ്ട്, ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ തെരളിയപ്പം, അതായത് തെറുത്തപ്പം എന്നും പറയും തെരളിയപ്പം എന്ന് പറയും, ആ സൈസ് അതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റുമായിരുന്നു. ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ എന്നെ വിളിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുകയൊക്കെ ചെയ്തു. അത് പഴം കൊണ്ടും മത്തങ്ങ കൊണ്ടും ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞു. നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായി, ഇലയുടെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴുത്ത മത്തങ്ങ കൊണ്ടും ഉണ്ടാക്കാം. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവും നമുക്ക് പഴം ചേർത്തും അതേപോലെ തന്നെ നമുക്ക് മത്തങ്ങ ചേർത്തും ഉണ്ടാക്കാം. പഴുത്ത മത്തങ്ങ ചേർത്തുണ്ടാക്കാം നമുക്ക്. ഇതിനകത്ത് ഞാനിപ്പോൾ എള്ളും സാംജീരകവും ചുക്കുപൊടി എല്ലാം കൂടെ ഇട്ട് അതിനകത്തേക്ക് അങ്ങ് ചേർത്തു, ആ മൂത്ത് വന്ന തേങ്ങാക്കൊത്തിനകത്തേക്ക്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കണം. അത് മധുരം നമുക്കൊരു ക്രമമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശകലം ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ശർക്കരയ്ക്കകത്ത് എന്തായാലും ഒരു ചെറിയ ഉപ്പ് രസം ഉണ്ടാവും. ഇതാണ് അപ്പക്കാര. ഞങ്ങൾ അപ്പക്കാരയെന്ന് പറയും, ചിലർ ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറയും. ഇത് അപ്പക്കാരയാണെന്ന്. ഇത് നല്ല അപ്പക്കാരയാണ്, ഓടിൻ്റേതാണിത്. ഇതിനകത്ത് ഈയം പൂശിയിരിക്കുന്നതാണ്, ഈയം പൂശിയതാണ്. നല്ല പാത്രമാണ്, അതുകൊണ്ട് അതങ്ങ് ഒഴിക്കുമ്പോൾ തന്നെ പൊന്തി വരും. അത് ചട്ടി നല്ലോണം ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഇതൊക്കെ ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻറ്റും ചെയ്യണം. ഇതൊക്കെ പഴയ പലഹാരങ്ങളാകട്ടോ, ഇതൊന്നും പുതിയ പലഹാരങ്ങളല്ല. പണ്ടേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വരുന്ന പലഹാരങ്ങളാണ് ഇതൊക്കെ. ഇതിനകത്തേക്ക് ഇത് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ അതങ്ങ് വെന്ത് പൊങ്ങി വരും, പൊന്തിഞ്ഞ് പോരും. അത് ഞാൻ സൺഫ്ലവർ ഓയിലാകട്ടോ ഇതിന് ഒഴിച്ച് ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണയല്ല. എല്ലാ കുഴിയിലും ഒഴിക്കുകയാണ്. 7 കുഴിയുണ്ട്, 7 എണ്ണം ഒന്നിച്ച് അതായി കിട്ടും. ഇത് വെന്തിപ്പോൾ ഇതെല്ലാം പൊങ്ങിയിട്ടുണ്ട്, നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. ഈ ഒഴിച്ചതെല്ലാം ഇപ്പോൾ അതിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇളകിയ ഇപ്പോൾ കിടക്കുന്നത്, അതിൽ പിടിച്ചിട്ടൊന്നുമില്ല. ഇതെല്ലാം അതിൽ നിന്ന് ഇളകി കണ്ടോ, അതെല്ലാം ഇളകി കിടക്കുക, ഇളകി പൊന്തിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഇനി അത് ഉള്ളു വെന്തൊന്ന് മുരിയ മാത്രം മതി. അതെല്ലാം പൊന്തി വന്നേക്കുന്നതാണ്, ഉണ്ടല്ലേ, എല്ലാം ഇളകി കിടക്കുക. ഉണ്ടോ, ഒന്നും പിടിച്ചൊന്നും കിടക്കുന്നില്ല അതിൽ. നന്നായി മൂത്തതിന് ശേഷം എടുത്താൽ മതി. ഇതിപ്പോൾ അത് നല്ല പോലെ സോഫ്റ്റ് ആയിരിക്കുന്നത്. ഞാൻ മറിച്ചിട്ട് കോരിയെടുക്കുകയാണ്. കണ്ടോ, എല്ലാം അങ്ങ് മറിഞ്ഞു, വെന്തിട്ട് തന്നെത്താനങ്ങ് മറിഞ്ഞത്. അങ്ങനെ എൻ്റെ സുഷമാസ് റെസിപ്പിയിലേക്ക് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, എന്നോട് സഹകരിക്കണം, എനിക്ക് കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്ത് നിങ്ങളെന്നെ വിജയിപ്പിക്കണം. എൻ്റെ ചെറിയ എളിയ ചാനൽ വിജയിപ്പിക്കുക. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട്
ചെയ്യാനൊക്കെ എനിക്കിഷ്ടവുമാണ്, എനിക്കറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ നമുക്ക് സൗകര്യമുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു താമസവും ഇല്ല. ഇത് പെട്ടെന്ന് പെട്ടെന്നാകും ഇത്. ഞാൻ ദാ കോരി വെച്ച് പാത്രത്തിലെല്ലാം ആക്കിയിട്ടുണ്ട്. ഞാൻ ഇനി നിർത്താൻ പോവാണ്. എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഒക്കെ ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. നന്ദി, നമസ്കാരം.